മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം മദർ ഹോം ധ്യാന കേന്ദ്രം അവതരിപ്പിക്കുന്ന ഈ സുവിശേഷ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതം നേരുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലുമെല്ലാം ധാരാളമായ സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വചനം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല ദൈവമേ, ഇന്ന് ഈ ദിവസം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. ഈ നിമിഷം ദൈവാത്മാവ് ഈ വചനത്തോടൊപ്പം എല്ലാവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ മനസ്സ് വളരെയധികം അസ്വസ്ഥമാകാറുണ്ട്. നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റി എന്ന് വെറുതെ ശാന്തമായി ചിന്തിച്ചു പോവുകയാണ്. എത്രയോ കൊലപാതകങ്ങളുടെ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. മനുഷ്യൻ ഇന്ന് മനുഷ്യത്വത്തിൽ നിന്ന് രാക്ഷസീയ ഭാവങ്ങളിലേക്കും പൈശാചിക ഭാവങ്ങളിലേക്കും പുറകോട്ട് നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ സ്വാർത്ഥതയും അവൻ്റെ അഹങ്കാരവും അവൻ്റെ ആർത്തിയും ഒരിക്കലും കൂടി ഭീകരമായി മാറുന്നതിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുക. ഇതിനെതിരായി ചിന്തിക്കുകയും ഇതിനെതിരായി പ്രവർത്തിക്കുകയും ഇതിനെതിരായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടാനാണ് ഈ ദിവസം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ബൈബിൾ വീക്ഷണത്തിലെ ആദ്യത്തെ കൊലപാതകം എന്ന് പറയുന്നത് ആബേലിനെ കായൻ കൊന്നതാണ്. ആദത്തിൻ്റെ 2 മക്കള്, ഒരേ അപ്പൻ്റെ മക്കളും, ഒന്നിച്ച് സ്നേഹത്തിൽ വളർന്നവരും ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടവരും, അവര് പരസ്പരം കലഹിക്കുന്ന രംഗവുമായാണ് ബൈബിളിൻ്റെ ആദ്യ പേജുകൾ തുറന്നു വരിക തന്നെ. എന്തുകൊണ്ടാണ് കായേൻ ആബേലിനെ കൊന്നത്? തിരുവചനം പഠിപ്പിക്കുന്നു, ആബേലിൻ്റെ ബലി ദൈവസന്നിധിയിൽ സ്വീകാര്യമായപ്പോൾ അവൻ്റെ ഉള്ളിൽ, കായേൻ്റെ ഉള്ളിൽ അസൂയ മുളച്ചു. എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം എൻ്റെ ബലി സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് അവൻ്റെ ബലി മാത്രം സ്വീകരിക്കുന്നത്? അവനെന്താണ് പ്രത്യേകത?
എന്നെ അവഗണിക്കുന്നു, എന്നെ തള്ളിക്കളയുന്നു എന്നുള്ള ആ നികൃഷ്ടമായ ചിന്തയിൽ നിന്ന് അവനിലുണ്ടായ അസൂയയാണ് അവനെ കൊലപാതകത്തിന് നയിച്ചത്. ബലിയർപ്പിക്കാൻ വയലിലേക്ക് പോകുമ്പോൾ പതിയിരുന്ന് അനിയനെ കൊല്ലുന്ന ചേട്ടൻ്റെ കഥ ഇന്നും സംഭവിക്കുകയാണ്. അതായത് പലപ്പോഴും അടിസ്ഥാനപരമായി സ്വാർത്ഥത ഉള്ളിക്കേറി വരിക, അസൂയ ഉള്ളിക്കേറി വരികയാണ്. അതായത് അവനും എന്നെ പോലെയാണ്, എൻ്റെ സ്വന്തമാണ് എന്ന് ചിന്തിക്കാനാവാത്ത രീതിയിൽ പലപ്പോഴും മനസ്സിൽ സ്വാർത്ഥതയും അഹങ്കാരവും അസൂയയും കയറി വരുമ്പോഴാണ് മറ്റുള്ളവൻ ശത്രുവാണെന്നൊക്കെ തോന്നുക. നമ്മൾ കേട്ടിരിക്കുന്ന കഥകളിലൂടെയൊക്കെ നമ്മുടെ മനസ്സുകൾ ഒന്നും കൂടെ കടന്നു പോകാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു സന്യാസിയോട് ഒരിക്കൽ വന്ന് ശിഷ്യന്മാർ ചോദിച്ചു, പ്രഭു, പ്രഭാതമായെന്ന് എപ്പോഴാണ് പറയുന്നത്? അതായത് പ്രകാശം വന്നു, സൂര്യോദയമായി, ഒരു ദിവസം ആരംഭിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? ചിലപ്പോഴൊക്കെ നമുക്ക് പലവിധ ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. ആ സൂര്യൻ ഉദിച്ചപ്പോൾ പ്രഭാതമായെന്ന് പറയാം, പക്ഷികളൊക്കെ കലകലാ ചലച്ച് വെളിച്ചം വരുമ്പോൾ പ്രഭാതമായെന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് പറയാൻ സാധിക്കും, ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രഭാതമായെന്ന് പറയാം. ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് വസ്തുക്കളെ കാണാൻ തുടങ്ങുമ്പോൾ പ്രഭാതമായെന്ന് പറയാം. പക്ഷേ ഗുരു പറഞ്ഞ ഉത്തരം എന്താ? പ്രഭാതമായി എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? മുമ്പിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിയാറാകുമ്പോഴാണ് പ്രഭാതമായെന്ന് പറയുന്നത്. മുമ്പിൽ നിൽക്കുന്നത് ചെടിയാണോ, മരമാണോ, അല്ലെങ്കിൽ മൃഗമാണോ, അത് ഇനി മനുഷ്യൻ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. മനുഷ്യനാണെങ്കിൽ തന്നെ അത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അത് എൻ്റെ അയലോക്കംകാരനാണോ, അകന്നു നിൽക്കുന്ന ആളാണോ, പരിചിതനാണോ തിരിച്ചറിയാൻ സാധിക്കുന്നു. കുറച്ചും കൂടെ അടുത്ത് വരുമ്പോൾ അതെൻ്റെ അനിയനാണോ ചേട്ടനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. കുറച്ചും കൂടി കടന്നു കഴിയുമ്പോൾ അത് ഞാൻ തന്നെയാണോ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് പ്രഭാതമായി എന്ന് ഗുരു പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ബൾബുകളുടെ കാലം മാറുകയാണെന്ന് നമുക്കറിയാം. സാധാരണ ബൾബുകളിൽ നിന്നും LED ലൈറ്റിലേക്കും CFL ലൈറ്റിലേക്കും ഒക്കെ മാറി. സാധാരണ മണ്ണെണ്ണ വിളക്കിൽ നിന്ന് വിളക്കുകളിലേക്കും സോളാറുകളിലേക്കും വൈദ്യുതി വിളക്കുകളിലേക്കും മാറി. പക്ഷെ മനസ്സിൽ ഇന്നും ചുറ്റുവട്ടങ്ങളിലൊക്കെയും അന്ധകാരമാണ്. മനസ്സിലാണ് ഇന്ന് ഇരുട്ട് കിടക്കുന്നത്. ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് ബൾബുകൾ കത്തിച്ച് വെക്കാം, വിളക്കുകൾ തെളിച്ച് വെക്കാം, സീരിയൽ മാലകളിട്ട് അലങ്കരിക്കാം, വലിയ ഹൈമാസ്ക് വിളക്കുകളും സോളാർ വിളക്കുകളും വെക്കാം. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ അന്ധകാരമാകുമ്പോൾ ഒരാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടായി മാറുകയാണ്. എൻ്റെ വികാരങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളും ഏറ്റവും പ്രധാനമായി മാറുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനാവാത്തതിൽ അന്ധകാരം നിറയും. ഞാൻ ചിന്തിക്കും, ഇന്ന് മനുഷ്യ മനസ്സുകളിൽ അന്ധകാരം കയറുകയാണ്. ഈ അന്ധകാരം, ഈ ഇരുട്ട് എന്ന് പറയുന്നത് അവനിലേക്ക് ചുരുങ്ങുന്നൊരു ഇരുട്ടാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനാവാത്ത, മറ്റുള്ളവരെ സ്നേഹിക്കാനാവാത്ത ഒരന്ധകാരമാണ്. ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് സ്നേഹം, എനിക്ക് പരിഗണന, എനിക്ക് വിജയം, എനിക്ക് ലാഭം, ഇതുണ്ടാകണം. ഇതുണ്ടാകാൻ തടസ്സമായി നിൽക്കുന്നതൊക്കെ ശത്രുക്കളാണ്. ആ ശത്രുവിനെ ആരായാലും ഏത് ശത്രുവായാലും ഞാൻ നിഗ്രഹിക്കും എന്ന് ചിന്തിക്കുന്ന അടിസ്ഥാനപരമായ ഒരു അന്ധകാരം മനുഷ്യ മനസ്സുകളിൽ വ്യാപിച്ചു കയറി വരുന്നു എന്നാണ് ആകുലതയോടെ ഞാൻ മനസ്സിലാക്കുക. ആബേലിനെ കായൻ കൊന്നത് അവൻ്റെ ഉള്ളിൽ ആബേലിനെ തിരിച്ചറിയാനാവാത്ത വിധം അന്ധകാരമായും. അത് സ്വാർത്ഥതയുടെ അന്ധകാരമാണ്, അത് അഹങ്കാരത്തിന് അന്ധകാരമാണ്, അത് അസൂയയുടെ അന്ധകാരമാണ്. അതായത് പ്രിയപ്പെട്ടവരെ, ഇന്നും കായേൻ്റെ ആബേലിൻ്റെ കഥ ആവർത്തിക്കപ്പെടുന്നു. മനസ്സുകളിൽ അന്ധകാരം കയറുന്നവർ മറ്റുള്ളവരെയൊക്കെ നിഗ്രഹിക്കണം എന്ന ചിന്തയിലേക്ക് മാറുമ്പോഴാണ് ഈ നാട്ടിലെ കൊലപാതകങ്ങളും ദാരുണമായ നാശങ്ങളും സംഭവിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സ് ഈ തരത്തിൽ ഉണർന്ന് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഓർക്ക്, ആരെയാണ് മനുഷ്യൻ തോൽപ്പിക്കുന്നത്?
ഒരാളെ കൊന്നിട്ട് എന്താണ് നേട്ടം ഉണ്ടാകുന്നത്? മറ്റുള്ളവരെ കൊന്നാൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ചിന്തിക്കുന്ന പൈശാചികമായ മനസ്സ് ഈ ഉള്ളിൽ എവിടെയോ കയറി വന്നിരിക്കാം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിജീവനത്തിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച്. ചെറുതിനെ കൊന്ന് വലിയവൻ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ചെറിയ മീനെ വലിയ മീൻ കൊല്ലും, അതിനേക്കാൾ വലിയ മീനെ അതിനേക്കാൾ വലിയ മീൻ കൊല്ലും, അതിനേക്കാൾ വലിയ മീനെ അതിനേക്കാൾ വലുത് കൊല്ലും, ആ മീനെ മനുഷ്യൻ കൊല്ലും. ഇങ്ങനെ 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 ചെറുതിനെയൊക്കെ നിഗ്രഹിച്ച് അവനിങ്ങനെ തടിച്ചു കൊഴുക്കാൻ നോക്കുകയാണ്. ഞാൻ വളർന്നത് മറ്റുള്ളവനെ നിഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു കഥ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. പെരുന്തച്ഛൻ്റെ കഥ നമ്മൾ ഓർക്കണം. സ്വന്തം മകൻ തന്നേക്കാൾ നന്നായി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴും അവനെ കഴിവിലും സിദ്ധിയിലും അവൻ വളർന്നപ്പോഴും അവൻ വളർന്നാൽ എനിക്ക് നാശമാണ്, എനിക്ക് നഷ്ടമാണ് എന്നറിഞ്ഞ് അവനെ കൊല്ലാൻ ഉളിയെറിഞ്ഞ പെരുന്തച്ഛൻ്റെ കഥ നമ്മൾ പഠിച്ചു കേട്ടിട്ടുണ്ട്. അതായത് മറ്റുള്ളവരൊക്കെ ശത്രുവാണെന്ന് തോന്നുക. ഞാൻ വളർന്നു നിൽക്കാൻ അവൻ തടസ്സമാണ്, അവനുണ്ടെങ്കിൽ എനിക്ക് വളരാൻ പറ്റുകയില്ല. ഞാൻ ഓർക്കും, ഇത്രമാത്രം ആശയങ്ങളും ദൈവിക ആശയങ്ങളും എന്നും പ്രഭാതം മുതൽ പ്രദോഷം വരെ മുഴങ്ങുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യ മനസ്സിലെ അന്ധകാരം മാറാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രമാത്രം സ്വാർത്ഥരായി പെരുമാറുന്നത്? പ്രിയപ്പെട്ടവരെ, മനസ്സുകളിലാണ് പരിണാമം സംഭവിക്കുന്നത്. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിന് 21-ാമത്തെ അധ്യായത്തിൽ ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും കൂടെ പാവപ്പെട്ട നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കി കഥ നമ്മൾ വായിക്കുന്നുണ്ട്. മുറ്റത്തോട് നടക്കാൻ പോയ രാജാവ്, ഉലാത്താൻ പോയ രാജാവ് വഴിയരികിൽ നിൽക്കുന്ന നാബോത്തിന്റെ കാണുന്നു. അവന് സുന്ദരമായൊരു മുന്തിരിത്തോട്ടമുണ്ട്, നിരപ്പായ സ്ഥലം. ഈ സ്ഥലവും കൂടെ കിട്ടിയാൽ നല്ലൊരു കൊട്ടാരം പണിയാമെന്ന ചിന്തയിൽ ആഹാബ് രാജാവ് നാബോത്തിന് ചോദിക്കുകയാണ്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരാവോ? ഈ മുന്തിരിത്തോട്ടം എനിക്ക് വേണം, കൊട്ടാരം പണിയാനും. നാബോത്ത് പറഞ്ഞു, ഞാനത് തരില്ല. പാരമ്പര്യമായി പിതൃസ്വത്തായി എനിക്ക് കിട്ടിയ ഭൂമിയത്. എൻ്റെ അപ്പനപ്പന്മാരായി എനിക്ക് തന്ന ഈ മണ്ണ്, എനിക്കൊരു കൊച്ചു കൂര വെച്ച് താമസിക്കേണ്ട മണ്ണ് ഞാൻ അങ്ങനെ തരികയില്ല. രാജാവിന് ആർത്തിയായി ഈ സ്ഥലം വേണം, ഈ സ്ഥലം വേണം. അവൻ സമ്മതിച്ചില്ല. രാജാവ് വീട്ടിൽ തിരിച്ചെത്തി വിഷാദഭക്തനായിരിക്കുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു, എന്തു പറ്റി? ഈ സ്ഥലം നാബോത്തിന്റെ സ്ഥലത്തിന് എന്തു വില കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ തരുന്നില്ല. ജസബൽ രാജ്ഞി ചോദിച്ചു, ഇത് നിസ്സാര കാര്യമല്ലേ, ഇത് നമുക്ക് മേടിച്ചെടുക്കാം. ഒരു രാജാവിൻ്റെ ആഗ്രഹത്തിൽ എതിര് നിൽക്കുന്ന പറയോ? ജസബൽ രാജ്ഞി എന്താ ചെയ്തു വെച്ചത്? കള്ളക്കേസുണ്ടാക്കി ഈ നാബോത്തിനെ കുറ്റാരോപിതനാക്കി ഇവന്റെ സ്ഥലം കയ്യേറി. നാബോത്തിന്റെ സ്ഥലം വേണം രാജാവിന്. ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും കൂടെ കഥയുണ്ടാക്കി ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇവൻ രാജാവിനെതിരെ ദൈവത്തിനായി സംസാരിച്ചു. കള്ളക്കേസ്. ദൈവദൂഷണം എന്താ ശിക്ഷ? കല്ലെറിഞ്ഞു കൊല്ലുക. അങ്ങനെ 24 മണിക്കൂറിൽ ഈ പാവപ്പെട്ട നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കാം. ഈ നാബോത്തിനെ കല്ലെറിഞ്ഞ് വന്ന് ആ സ്ഥലം കയ്യേറി. അവിടെ കൊട്ടാരം പണിയാൻ വീടില്ലാഞ്ചല്ല, ആർഭാടത്തിനും സാർത്ഥതയ്ക്കും വേണ്ടി കൊട്ടാരം പണിയാൻ ചെന്നപ്പോഴാണ് ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവാചകനെ ഏലീശ ചെല്ലുക. പ്രവാചകൻ കൊടുങ്കാറ്റ് പോലെ എന്ന് ചോദിച്ചു, ആഹാബ് രാജാവേ, ജസബൽ രാജ്ഞി, നീ എന്താണ് ചെയ്തത്? പാവപ്പെട്ടവനെ നാബോത്തിനെ കയ്യേറി നീ അവൻ്റെ സ്വത്ത് അവകാശപ്പെടുത്തിയെടുത്തോ? പാവപ്പെട്ട നാബോത്തിനെ കൊന്നാണ് നീ സ്വത്ത് കയ്യേറിയത്. അവൻ്റെ ജീവനും വിലയുള്ളതല്ലേ, അവനെ നീ കൊന്നോ? ഇതാ കർത്താവ് നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു. കർത്താവ് കാണാതെ പോവില്ല. നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, 1 രാജാക്കന്മാര് 21-ാമത്തെ 19 മുതലും കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കയ്യേറിയോ? അവനോട് വീണ്ടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ജസബലിനെ നഗരത്തിന്റെ അതിർത്തികളിൽ വെച്ച് നായ്ക്കൾ തിന്നും. അതായത് പ്രിയപ്പെട്ടവരെ, ഏരിയയിലൂടെ ദൈവം കൊടുത്തത് എന്താ? ഈ പാവപ്പെട്ട മനുഷ്യനെ കയ്യേറിയത് കർത്താവ് കണ്ടു. കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് ശിക്ഷിക്കും. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ അനുഭവത്തോടെ ഓർത്ത് വെക്കും. ഞാൻ ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ ബൈബിളിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ ഈ ഭാഗം വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ പേജ് മറിക്കണ്ട.
ആ പേജ് മറിക്കുന്നതിന് മുമ്പേ ഈ താഴെ ഈ ഭാഗത്ത് കിടപ്പുണ്ട് ആഹാബ് രാജാവിൻ്റെ മരണമെന്നും. അതായത് കർത്താവ് രാജാവിനെയും ജസബൽ രാജ്ഞിയെയും നിഷ്ഠൂരമായി കൊല്ലാൻ വിട്ടുകൊടുക്കുന്ന രംഗം പറഞ്ഞാണ് ആ കഥ അവസാനിപ്പിക്കുക. ഇന്നും ഞാനിത് ഓർത്ത് വെച്ച് പറയും, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ചൊരിയുന്ന ഓരോ തുള്ളി ചോരയ്ക്കും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ആബേലിന്റെ ചോര വീണപ്പോൾ ദൈവം കായേണ്ട് ചോദിച്ചില്ലേ, കായേൻ നിന്റെ സഹോദരൻ എവിടെ? നീ സഹോദരനെ കൊന്നാണോ നീ ഭൂമി കൈവശമാക്കിയത്? കർത്താവിനെ ശിക്ഷിക്കും, നിന്റെ മുമ്പിൽ മുള്ളുകൾ മുളയ്ക്കുമെന്നും ആഹാബ് രാജാവിന് ജസബൽ രാജാവ് ഇതേപോലെ പറഞ്ഞു വെച്ചു. നീ പാവപ്പെട്ട നാബോത്തിനെ കല്ലെറിഞ്ഞ് അവൻ്റെ ചോര വീണ പെണ്ണില് നിന്റെ ചോരയും വീഴുമെന്നും. അതായത് പ്രിയപ്പെട്ടവരെ, ജീവൻ എത്രയോ വിലപ്പെട്ട നിധിയായിട്ടാണ് കർത്താവ് കണക്കാക്കുന്നത്. ഓരോ വ്യക്തിക്കുള്ള ജീവനും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ഓരോ വ്യക്തി വിലപ്പെട്ടതാണ്. നമ്മുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയും ഒരാളെയും നമ്മൾ ഈ ഭൂമിയിൽ ചോര വീഴ്ത്താൻ ഇടയാക്കരുത്. ഒരാളെ കൊല്ലരുത്. കാരണം ജീവൻ ദൈവം തന്നതാണ്. ദൈവത്തിൻ്റെ ദാനമാണ് ജീവൻ, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഇത്രയും കാലം ശാസ്ത്രം വളർന്നിട്ടും ജീവൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇത് ദൈവത്തിൻ്റെ ദാനമല്ലേ? ഈ ഒരു തിരിച്ചറിവ്, നമുക്ക് മുകളിൽ ഒരു കാണുന്നൊരു ദൈവമുണ്ട് എന്നൊരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ ശത്രുക്കളാണെന്ന് തോന്നുക. പ്രിയപ്പെട്ടവരെ, ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ കാണേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ അന്ധകാരത്തിലൂടെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ കാണും. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പുത്രനായി ഭൂമിയിൽ അവതരിച്ചതുപോലെ ഈ ഭൂമിയിലുള്ളവരെല്ലാം ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാണ്. ഈ ഒരു പ്രകാശം ഉള്ളിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രഭാതത്തിലാകുന്നത്. അല്ലാതെ എത്രയോ വലിയ വിളക്കിൻ്റെ വീട്ടിലിരുന്നിട്ടും എത്രയോ വലിയ ദീപക്കാഴ്ച നടുവിരുന്നാലും മനസ്സിൽ കൊടും അന്ധകാരമായിരിക്കും. ഈ അന്ധകാരമാകുമ്പോഴാണ് മറ്റുള്ളവനെ കാണാൻ പറ്റാതാകുന്നത്. ഇന്ന് വ്യക്തികൾക്ക് സ്വാർത്ഥതയുടെ ഇരുട്ടങ്ങ് കൂടിക്കൂടി വരിക. എല്ലാവർക്കും സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കും, ഈ സ്വന്തം ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഇതൊക്കെ ചെയ്തു വെച്ചാൽ എല്ലാവരും കടന്നുപോയില്ലേ? എല്ലാവരും തീർന്നു പോയില്ലേ? വാരിക്കോരി കൂട്ടി വെക്കുകയും സ്വന്തം പേരും പ്രശസ്തി ഉണ്ടാക്കി വെക്കുകയും ചെയ്ത ഒരാളെങ്കിലും മുന്നോട്ട് നിലനിൽക്കുന്നുണ്ടോ? അവനും ദാരുണമായി കൊല്ലപ്പെടുകയോ കഥയിൽ നിന്ന് തൂത്തുമാറ്റപ്പെടുകയോ ചെയ്യപ്പെടുന്നില്ലേ? അതായത് സ്വാർത്ഥത നിലനിൽക്കില്ല. അന്ധകാരം തീരും. ഇരുളിൻ്റെ എല്ലാ കിരണങ്ങളും കെട്ടടങ്ങിപ്പോകും. പ്രകാശം എന്നെങ്കിലും വരും. അതുകൊണ്ട് മനസ്സിൻ്റെ സ്വാർത്ഥതയുടെ ഇരുളിൽ നിന്ന് മോചനം നേടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വ്യക്തികളെയും സമൂഹത്തെയും ചുറ്റുമുള്ള എല്ലാ വ്യക്തികളെയും അംഗീകരിക്കാനും ആദരിക്കാനുമുള്ള വലിയൊരു മനസ്സിൻ്റെ തുറവിയിലേക്ക് പോകണം. മനസ്സിങ്ങനെ ചുരുങ്ങി 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 വരരുത്. ചെറിയൊരു ഫ്രെയിം വർക്കിലേക്ക് ഒതുക്കി ഒതുക്കി വെച്ച് ഇതിൻ്റെ പാകപ്പെടാത്തവരൊക്കെ എൻ്റെ ശല്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അന്തർമുഖ സംസ്കാരം ഉള്ളിൽ കയറി വരിക. ഇന്ന് ആളുകളെ കാണുമ്പോഴേക്കും കുട്ടികൾ മുതൽ വലിയൊരുവരെ എല്ലാവരും ഉള്ളിലേക്ക് ഒതുങ്ങാണ്. എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഒതുങ്ങാണ്. എനിക്കെൻ്റെ പാകപ്പെടലിലേക്ക് ഒതുങ്ങാണ്. മറ്റുള്ളവരെയൊക്കെ അതിനെതിരായി മാറുന്നവരൊക്കെ ശല്യങ്ങളായി മാറും. അതുകൊണ്ട് കൊല്ലാൻ തോന്നും. പ്രിയപ്പെട്ടവരെ, ഇതിനെതിരായി നമ്മുടെ മനസാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു. ഞാൻ പറയും, ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ പ്രബോധനങ്ങളിലും ധ്യാന പ്രസംഗങ്ങളിലും ഗർഭയുദ്ധത്തിനെതിരായി നന്നായി നമ്മുടെ വിശ്വാസ സമൂഹം പ്രതികരിച്ചു. ധാരാളം പ്രസംഗങ്ങൾ, സെമിനാറുകൾ, ക്ലാസ്സുകൾ. പക്ഷേ അത് വളരെയധികം സ്വാധീനം ചെലുത്തി. ഇന്ന് നമുക്കറിയാം, കേരളത്തിൻ്റെ മനസാക്ഷിയിൽ സാധാരണ മനസ്സായി വരുന്നുണ്ടത് ഗർഭയുദ്ധങ്ങൾ ധാരാളമായി കുറഞ്ഞു. ഇല്ല എന്നുള്ളതല്ല, പണ്ടത്തെ 10 പോലും നടക്കുന്നില്ല. ഗർഭത്തിലായിരിക്കുന്ന ഏത് കുഞ്ഞും സംരക്ഷിക്കപ്പെടണം, സൂക്ഷിക്കപ്പെടണം എന്നൊരു അവബോധം ഏതൊരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരു തലമുറയ്ക്കുണ്ടായി. പണ്ടത്തെ പോലെ ഗർഭയത്രം ചെയ്തു എന്ന പാപം ഒരുപാട് കേൾക്കപ്പെടുന്നില്ല. അതായത് അത് ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തിന്മയാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞിരിക്കുന്നു, മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നു. ശുഭോദർക്കമായ വളരെ സന്തോഷകരമായ വാർത്തയാണ്. എങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വീണ്ടും വളർത്തിയെടുക്കേണ്ട ഒരു ആത്മീയ ബോധ്യമാണ്, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു മാത്രമല്ല, ഒരാൾ കൊല്ലപ്പെടരുത്. ഓരോ വ്യക്തിയുടെ ജീവനും വിലപ്പെട്ടതാണ്.
ഒരു കുഞ്ഞിൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഇതൊരു അവബോധമായി മാറിയതുപോലെ നമ്മൾ എന്നും മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ മനുഷ്യൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അത് ഈ ഭൂമി ജീവിക്കുന്ന ഒരു വ്യക്തിയും ഒരു കാരണവശാലും കൊല്ലപ്പെടരുത്. വ്യക്തികൾ ഓരോ വ്യക്തിയെയും ബഹുമാനിക്കണം. മുമ്പിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയും ബഹുമാനിക്കണം. എൻ്റെ കൈ മുറിഞ്ഞാൽ ചോര വരുന്നത് പോലെ തന്നെയാണ് അവൻ്റെ കൈ മുറിഞ്ഞാൽ ചോര വരുന്നത്. എൻ്റെ കണ്ണീര് പോലെ തന്നെയാണ് അവൻ്റെ കണ്ണുനീര്. എൻ്റെ വിയർപ്പ് പോലെ തന്നെയാണ് അവൻ്റെ വിയർപ്പ്. എനിക്ക് സ്വപ്നങ്ങളുള്ളതുപോലെ അവനും സ്വപ്നങ്ങളുണ്ട്. എനിക്ക് ആഗ്രഹങ്ങളുള്ളതുപോലെ അവനും ആഗ്രഹമുണ്ട്. അവനും ഞാനും ഒന്ന് തന്നെയാണ്. ഒരു നാണയത്തിന് രണ്ട് വശം മാത്രമാണ് എന്നൊരു വിശാലമായ വീക്ഷണത്തിലേക്ക് സമൂഹം വളർന്നു വരണം. ഞാൻ ഓർക്കും, ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് വളരെ ശക്തമായ പ്രബോധനങ്ങളും പഠനങ്ങളും ചിന്തകളുടെയും ഒരു തിരമാലകൾ അടിയരച്ചുകൊണ്ടാണ്. മറ്റുള്ളവരില്ലാതായാലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന അസ്തിത്വപരമായ സ്വാർത്ഥപരമായ ആശയം വളർന്നു വരുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ അപകടം. മറ്റുള്ളവരെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവനെ നശിപ്പിച്ചാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള വളരെ തമോമയമായ ചിന്ത ഉള്ളിലേക്ക് കയറി വരുന്നതിനെ പ്രതിരോധിക്കാനാണ് നമ്മൾ നിൽക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വചനം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ മനസ്സിലേക്ക് ഞാൻ പറഞ്ഞു വെക്കും, ഓരോ വ്യക്തിയെയും ബഹുമാനിക്കണം. മറ്റുള്ളവർ ശല്യമല്ല, മറ്റുള്ളവർ ശാപമല്ല, അവൻ എൻ്റെ ശത്രുവുമല്ല. അവനുണ്ടെങ്കിലേ ഞാനുള്ളൂ. എല്ലാവരും ഒരേപോലെയാണ് എന്നൊക്കെ ചിന്തിക്കാനാവുന്ന ഒരു വിശാലമായ വീക്ഷണം നമ്മൾ കുറേ കൂടി സജീവമായി നിലനിർത്തേണ്ടതുണ്ട്. എല്ലാവരും പണവും ഭൗതിക സുഖവും ഭൗതിക ലാഭങ്ങളും മാത്രം ചിന്തിക്കുക. എനിക്കെൻ്റെ സുഖം കിട്ടാൻ മറ്റുള്ളവരെ ശല്യമാകുന്നു, അതുകൊണ്ട് അവർ മറ്റുള്ളവരൊക്കെ കൊല്ലുക. ഞാൻ ഓർക്കും, യേശു ക്രിസ്തു ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സത്യശാസ്ത്രം എന്താ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കണം. മറ്റുള്ളവർ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് വേണ്ടി എന്തെങ്കിലും നേടിവെക്കണമെന്നല്ല. നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിപ്പോകുന്ന ഇടയൻ്റെ കഥ പറഞ്ഞപ്പോഴും, നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴും, നഷ്ടപ്പെട്ടു പോയ മകൻ്റെ കഥ പറഞ്ഞപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി പ്രധാനപ്പെട്ടതാണെന്ന് ചിന്തയായിരുന്നു. ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്. വയലിലെ ലില്ലിപ്പൂക്കളുടെ കഥ പറഞ്ഞു വെക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും, ഏത് നിസ്സാരെന്ന് നമ്മൾ പറയുന്ന വ്യക്തിയും പ്രധാനപ്പെട്ടതാണ് എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിനെ കേൾക്കുന്ന ഓരോ വ്യക്തി ഓർക്കണം. കൊലപാതകത്തെക്കുറിച്ചൊക്കെ പദ്ധതി വായിക്കുമ്പോൾ അത് അവരും ഇവരും എന്ന് മാത്രം ഒതുക്കിപ്പോയേക്കരുത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്വാർത്ഥതയില്ലേ? നമ്മളെല്ലാവരും സ്വാർത്ഥപരം പെരുമാറുകയല്ലേ? ഈ സ്വാർത്ഥതയെ കെട്ടുപൊട്ടിക്കണം. ദുഷ്ടതയുടെ കെട്ടുപൊട്ടിക്കുകയും സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകൾ പൊളിച്ചു കളയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഉപവാസം എന്നൊക്കെ യേശയ്യാ പ്രവാചകനിലൂടെ വചനം വായിച്ചത് ഓർത്തു വെക്കണം. നമ്മുടെ ഉള്ളിൽ ചിന്തിക്കണം, മറ്റുള്ളവരെ മാനിക്കാനും ആദരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ കൊലപാതകത്തിൻ്റെ അധപ്പതനത്തിൻ്റെ രാഷ്ട്രീയമായ ഇരുള് മാറാൻ വേണ്ടി ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ചിന്ത ശക്തിയുമായി നിലനിർത്താം. നമുക്ക് പരിഹാരം ചെയ്യാം. ഈ വർഷം നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ തപശ്ചര്യകളിലൊക്കെ ഈ മനുഷ്യ മഹത്വം മനസ്സിലാക്കാനുള്ള ഒരു പ്രാർത്ഥനാ യജ്ഞം ഉയരണം. ജീവൻ്റെ വിലയും വേദനയും തിരിച്ചറിയണം. നമ്മുടെ പുണ്യപ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കൊടുക്കേണ്ട ചിന്ത ജീവൻ്റെ വില മനസ്സിലാക്കണം, ജീവൻ്റെ മഹത്വം മനസ്സിലാക്കണം, എല്ലാവരുടെ നൊമ്പരം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സഭയിൽ 15 നോയമ്പ്, 8 നോയമ്പ്, ക്രിസ്മസ് കാലഘട്ടങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ 3 ചിന്തകളാണ് നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. ഒന്ന്, ജീവൻ്റെ വിലയെക്കുറിച്ചുള്ള ചിന്ത സജീവമായി നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. ആ ചിന്ത ഈ സമൂഹം മുഴുവൻ പറയണം. ഓരോ വ്യക്തിയും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ്, ജീവന് വിലയുണ്ട് എന്ന ചിന്ത ഏറ്റവും സുന്ദരമായ ഒരു മേഘം പോലെ, ഒരു തിരമാല പോലെ അന്തരീക്ഷത്തിക്കണം. 1. 2, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലെ അന്ധകാരം മാറാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. പ്രകാശത്തിൻ്റെ തമ്പുരാനോട് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടാക്കിയ തമ്പുരാനോട് മനസ്സുകൾ ഇന്ന് കയറി വരുന്ന അന്ധകാരം മാറാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം.
മൂന്നാമതായി ഞാൻ വെക്കും, സാധാരണ ഒരു പ്രാർത്ഥന പോലെ മനസാക്ഷി ഉണരാൻ വേണ്ടി ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. ഉപവാസമെടുത്തും ത്യാഗം ചെയ്തും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ 1-ാം തീയതി മുതൽ 8-ാം തീയതി 8 നോയമ്പ് എടുക്കുമ്പോൾ ഞാൻ മദർ ഹോം ധ്യാനകേന്ദ്രത്തിൽ വരുന്ന മുഴുവൻ ആളുകളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, നിങ്ങൾ ഉപവാസത്തോടും നോമ്പെടുത്തും ജീവൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കിലോമീറ്ററുകൾ നടന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. പ്രിയപ്പെട്ട, ഞാൻ ആളുകളോട് പങ്കുവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ചിന്തയതാണ്. നമുക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾക്കൊക്കെ നമുക്ക് പരിഹാരം ചെയ്യാം. ഉപവാസമെടുത്തും നോമ്പെടുത്തും പ്രാർത്ഥനാ മന്ത്രങ്ങളോടെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഇടവഴികളിലും ഊടുവഴികളിലൂടെ നമുക്ക് നടക്കണം. നല്ല മനസ്സുകളുടെ പ്രകാശം ഇങ്ങനെ പരക്കട്ടെ. ജീവൻ ഓരോന്നും വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ മനസാക്ഷിയിൽ വിശുദ്ധമായ ചിന്തകൾ ഉണ്ടാകണം. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിഹാര യാത്രകൾ സംഘടിപ്പിക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല മനുഷ്യത്വമുള്ളവർ, ദൈവവിശ്വാസമുള്ളവർ, ആത്മീയതയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. കൊലപാതകത്തിലൂടെ ചോരക്കറ വീണ, രക്തത്തിൻ്റെ മണം വീണ വീതികളിലൂടെ പ്രാർത്ഥനാ മന്ത്രങ്ങളോട് നടക്കാൻ ഞാൻ ആവശ്യപ്പെടുക. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. മനസ്സുകൾ ഉണരുന്ന അങ്ങനെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയും കൊണ്ടാണ് ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗാന്ധിയും നേതാക്കന്മാരും പറഞ്ഞയച്ചത്. എങ്കിലും ഇന്നും നമ്മൾ വീണ്ടും ഒരു അടിമത്തത്തിലാണ്, അന്ധകാരത്തിന് അടിമത്തത്തിലാണ്. ഈ അന്ധകാരം മാറാൻ വേണ്ടി ഉപവാസമെടുത്തും പ്രാർത്ഥനാ മന്ത്രങ്ങളോടെ പരിഹാരം ചെയ്യാൻ ആവശ്യപ്പെടുക. ഗ്രാമങ്ങളിൽ പദയാത്ര സംഘടിപ്പിക്കണം. മനസ്സിൽ നിന്ന് അന്ധകാരം മാറാൻ വേണ്ടി നമുക്ക് ത്യാഗം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എല്ലാ മനസ്സുകളിലേക്കും പ്രഭാതം വരണമേ. മനുഷ്യൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന പ്രഭാതം വരണമേ. സ്വാർത്ഥതയുടെ അന്ധകാരം മാറണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, യേശു ക്രിസ്തുവേ, നല്ല തമ്പുരാനെ, അങ്ങേ ഭൂമിയിൽ ഞങ്ങൾക്ക് പ്രകാശമായി അവതരിച്ചു. ഞാൻ പ്രകാശമാണെന്ന് അങ്ങ് പറഞ്ഞു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഉള്ളിലെ വിളക്കുകളൊക്കെ കെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ജീവൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശം ഉദിക്കണമേ. അന്ധകാരത്തിന് താഴ്വരയിൽ പ്രകാശം വന്നതുപോലെ ഞങ്ങളുടെ മനസ്സുകളിൽ പ്രകാശം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവർക്കും വേണ്ടി യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തോടെയും പാപപരിഹാരമായി വേദനകൾ അനുഭവിച്ചും ഈ സമൂഹത്തിൻ്റെ മനസ്സാക്ഷി ഉണരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവൻ്റെ വിലയും വേദനയും മനസ്സിലാക്കാൻ എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. പരിശുദ്ധ അമ്മേ, പ്രിയ മാതാവേ, നിൻ്റെ പ്രത്യേക മാധ്യസ്ഥം യാചിക്കുകയാണ്. സമാധാനത്തിൻ്റെ രാജ്ഞി, സകല ജനപദങ്ങളുടെയും മാതാവേ, ഞങ്ങളുടെ നാട്ടിൽ സമാധാനവും സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടി അങ്ങ് പ്രത്യേകം ഇടപെടണമേ. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.